തൊലിയൊക്കെ കറുത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കളയണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതാ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന 3 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം കേട്ടോ, തൊലിയൊക്കെ നന്നായിട്ട് കറുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ്. അതിൻ്റെ തൊലി നമുക്ക് മാറ്റി മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ്, 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരു ചെറിയ ഉണ്ട ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 100 ഗ്രാം ഒക്കെ ഉണ്ടാകും. അതൊന്ന് കുത്തി പൊട്ടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതേ സമയത്ത് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വെച്ചിട്ടില്ല. അത് ശർക്കര പാനി തിളയ്ക്കേണ്ട സമയമായിട്ടുള്ളൂ. നമുക്കത് അരിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കിടന്നൊന്ന് തിളച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്താൽ മതി. പത്തിരിപ്പൊടിയോ അപ്പപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഉരുട്ടി എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫായി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്ക തൊലി പൊളിച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമില്ലേ, അതാണ്. ഇനി നമ്മൾ ചേർക്കുന്ന ചുക്കാണ്. ചെറിയൊരു കഷ്ണം ചുക്ക് മതി. ഇത് മുഴുവൻ വേണ്ട. ഇതൊന്ന് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ. പക്ഷേ ഇതും കൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ആ പൊടിച്ചതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരും ഇത് ഒഴിക്കുമ്പോൾ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്കിത് നേരെ ഡയറക്റ്റായിട്ട് ഉരുട്ടി വെക്കാം. ഇല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ വെക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇല ഒന്ന് വാട്ടിയെടുക്കാം. ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലേക്ക് വെച്ചൊന്ന് വാട്ടിയെടുത്ത് തുടച്ചെടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇത് വെറുതെ നമുക്ക് വെച്ച് പരത്തി അങ്ങ് മടക്കിയെടുക്കാം. അല്ലെങ്കിൽ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ കുമ്പിള ആക്കിയിട്ട് അതിലേക്ക് മാവ് എടുത്ത് വെച്ച് ഇതുപോലെ മടക്കി അങ്ങ് എടുത്തിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഇലയില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മാവെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി കുറച്ചൊന്ന് പരത്തിയിട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുമ്പിളിൻ്റെ അപ്പത്തിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇലയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഇഡലിച്ചെമ്പോ അപ്പച്ചെമ്പോ സ്റ്റീമറോ ഏത് വേണേലും വെക്കാം. ഞാൻ ഇഡലിച്ചെമ്പാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് പട്ടയാണ്. നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന പട്ടയില്ലേ, അതാണ്. അത് 2 കഷ്ണം ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, 2 ചെറിയ കഷ്ണം മതി. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന അടകളെല്ലാം എടുത്ത് വെച്ച് കൊടുക്കാം. ഒരുമിച്ച് എടുത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അതാ ഇലയില്ലാത്ത അടയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നല്ല മണമാണ് വരുന്നത് കേട്ടോ. പട്ട ഇട്ടതുകൊണ്ട് ആ പട്ടയുടെ ആ ഒരു സ്മെല്ല് അപ്പത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. നമ്മളിപ്പം കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു മണം വരില്ല, ആ ഇലയുടെ മണമാണ്. പക്ഷേ ഇതിന് ആ പട്ടയുടെ ആ ഒരു നല്ലൊരു മണം വരുന്നതുകൊണ്ട് അതേ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് എല്ലാം അങ്ങ് എടുക്കാം. അതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതാ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. തൊലി അങ്ങേയറ്റം കറുത്ത പഴം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ ചക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. നല്ല മണമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. നല്ല സോഫ്റ്റാണ്. ശരിക്കും ചക്കപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റ് കേട്ടോ. പിന്നെ ആ പട്ടയുടെ ആ ഒരു സ്മെല്ലും അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഇത് പറയില്ല, കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുന്ന പഴം കൊണ്ടുണ്ടാക്കിയ അപ്പമാണെന്ന് അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഇനി തൊലി കറുത്ത പഴം ആരും കളയണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കല്ലേ, കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നല്ല നാടൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.